ഓക്കെ നമ്മൾ ഞാൻ പറയാൻ ഓക്കെ ഞങ്ങൾ കേളിയോക്സിൽ ഞങ്ങൾ ആദ്യത്തെ വീട് വാങ്ങിച്ചു. അവിടെ 1974 അവിടെ ഞങ്ങൾക്കൊരു അയൽവക്കംകാർ ഗ്രേസി എൻ്റെ തങ്കച്ചായൻ, അവർ നല്ല പെന്തക്കോസുകാരാണ്, വളരെ വളരെ ഫ്രണ്ട്ലി നൈസ് പീപ്പിളായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് വീട് മേടിച്ചത്. കാര്യങ്ങളൊന്നും അറിയത്തില്ലേലും അവരോടും ഒക്കെ ചോദിച്ച് എല്ലാം ഒക്കെ നടത്തി. അങ്ങനെ ഇരിക്കുക. ആ വർഷം ഡിസംബറിൽ ഞങ്ങളുടെ ആദ്യത്തെ മോനുണ്ടായി. അവൻ്റെ പേര് സുനിൽ. ഡിസംബറിലാണ് ആദ്യത്തെ മോനുണ്ടാകുന്നത്. ഇച്ചിരി പ്രിമിച്ചർ കൊച്ചായിരുന്നു. 3 months 4 pound 6 ounces. തീരെ കുഞ്ഞായിരുന്നു. ഇച്ചിരി ഡിഫിക്കൽട്ടി ആയിരുന്നു ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. വളർത്തിയെടുക്കാനൊക്കെ വേറെ ആരും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരുത്തരുമില്ല. ബേബി സിറ്റിംഗ് ഒക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയം. പിന്നെ വളർത്തിയെടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളെ സഹായിച്ചെന്നല്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല. പിന്നെ അത് കഴിഞ്ഞ് അത് തന്നെയല്ല, വീട്ടിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കത്തില്ല. ഞങ്ങളെ ഒരു കാര്യം ചെയ്തു. ഞാനൊരു ഷിഫ്റ്റ്, പിന്നെ സണിച്ചാൻ വേറൊരു ഷിഫ്റ്റ്. നേരെ ഇടയ്ക്കുള്ള ഒരു കുറച്ച് സമയം ബേബി സിറ്റിങ്ങിന് കൊടുക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കി. എന്നാലും തീരെ പീച്ച് കുഞ്ഞല്ലേ. അത് എനിക്ക് അന്ന് പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് 3 weeks കഴിഞ്ഞ് ജോലിക്ക് പോയേ ഒക്കത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് ഈ പ്രിമച്ചർ കൊച്ചിനെ ഇട്ടേച്ച് 3 weeks കഴിഞ്ഞ് ജോലിക്ക് പോകും. അത് വാസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെങ്കിൽ പോയി ജീവിക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ ജോലിക്ക് പോയ കാര്യമൊക്കെ ഞങ്ങൾ പലപ്പോഴും ഓർക്കുമെങ്കിലും ദൈവം കൂടി ഇരുന്നു, ആർക്കൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെയൊക്കെ. പക്ഷെ ആ ഇടയ്ക്കൊക്കെ ഒരു വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്ന് അവിടെ ഞങ്ങൾക്ക് കുഞ്ഞിനെ യു കൻ സേ അബൌട്ട് വാട്ടർ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം പറയാം. 1976-77 ഊശിൽ വലിയ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായത്. അപ്പോൾ ഞാൻ ഡൗൺ ടൗണിൽ ജോലി കഴിഞ്ഞ് വരുന്ന വഴി എൻ്റെ ഡാഡ്സൺ കാറ് അവിടെ വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ പിന്നെ അവിടെ ബിൻസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് ഏരിയയിൽ ഒരു മലയാളി താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം ആ കാറിൽ കൂടെ വേറെ വഴിയായിട്ട് സൗത്ത് പോസ്റ്റ് സ്റ്റോക്ക് വഴിയായിട്ട് വന്ന് വീട്ടിൽ നടന്ന് കുറച്ച് വെള്ളത്തിൽ കൂടെ നടന്നാണ് വന്നത്. അപ്പം അയലോക്കത്തെ മൂത്ത മകൻ അയലോക്കത്തെ ഒരു സഹോദരിയുടെ ഗ്രേസിയുടെ ഭവനത്തിലായിരുന്നു ബേബി സിറ്റിങ്. അവിടെ ഞങ്ങൾ രാത്രി വന്ന് അങ്ങനെ പിറ്റേ വർഷം അതുപോലെ വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് വീട് വിറ്റേച്ച് അവിടുന്ന് നോർത്തിലേക്ക് വെസ്റ്റ് റോഡ് ഏരിയ 45 വെസ്റ്റ് റോഡ് ഏരിയയിലേക്ക് പോകാൻ കാര്യം തന്നെ ആ 2 വർഷം വെള്ളപ്പൊക്കം വന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ക്രോണിക്കിളുണ്ടായിരുന്ന വെള്ളപ്പൊക്കം കയറിയ ആ സബ്ഡിവിഷൻ്റെ എല്ലാം പേരുകളും സ്ട്രീറ്റിൻ്റെ ഏരിയയുടെ എല്ലാം അതെല്ലാം ഞാൻ നോക്കി മനസ്സിലാക്കി സേഫസ്റ്റ് സ്ഥലം ഇതാണ്, നോർത്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ അന്ന് മൂവ് ചെയ്തതാണ്. അവിടെ നെക്സ്റ്റ് ഞാൻ പറയാം. പിന്നെ കൊച്ചിങ്ങനെ 1975 പിന്നെ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ടുവരാനും എടുക്കാനുമുള്ള ഇതുണ്ടായി. ആ സമയത്തേക്ക് പിന്നെ ഈ ലോ ചേഞ്ച് ചെയ്തു. നമ്മുടെ റിലേറ്റീവ്സ് നേഴ്സസ് ആയിട്ടുള്ളവരെ വേണമെങ്കിൽ കൊണ്ടുവരാൻ. എൻ്റെ ഒരു നീസുണ്ട്, അവർക്ക് ഇച്ചിരി പ്രശ്നമുള്ള ആ കൊച്ച് ഇവിടെ നഴ്സിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടാണ്, ബോംബെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് 4th ഇയറിലുള്ളപ്പോൾ ഞാൻ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തു. നേരത്തേക്ക് 75 ആയപ്പോഴത്തേക്ക് അതിന് ആ ബോർഡ് കഴിഞ്ഞപ്പോഴേ അതിന് ഇത് കിട്ടി. പിന്നെ അന്നേരത്തെ എല്ലാം റെഡിയാക്കാൻ വെച്ചിരുന്നത് കൊണ്ട് ഷീക്കോട്ടെ ബീസ്. അതുകൊണ്ട് ആ 75 അവിടെ പേര് സൂസി എന്ന് പറയാം. വന്നക്കുറിച്ച് അറിയാതിരിക്കാം. എനിവേ ഇവിടെ 75 വന്നു. 75 അങ്ങനെ ആദ്യത്തെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആദ്യത്തെ 2 ഫാമിലി ആദ്യത്തെ ആള് വിളിക്കാൻ. അതോ കുഞ്ഞമ്മണിയാണോ? കുഞ്ഞമ്മണിയാണ് മുമ്പ് വരുന്നത്. സെയിം വേ my cousin's wife, first cousin, she's just like my own brother, we like, anyway, she was in Germany. So if I'm talking about, she's my first cousin's wife. If I bring her, so I can bring my cousin, right? So then പുള്ളിക്കാരി ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ജോബ് ലെറ്റർ ഉണ്ടാക്കിപ്പിച്ച് കൊടുത്ത് പുള്ളിക്കാരി ജർമ്മനിയിൽ നിന്ന് പുള്ളിക്കാരി ആ സമയത്ത് വന്നു. സോ ഷി കെയിം ഷി കെയിം 75. സോ ദാറ്റ്സ് എ ഫസ്റ്റ് റിലേറ്റീവ്സ് വി ഹാവ്. പിന്നെ ദെൻ സൂസി, ദാറ്റ്സ് മൈ നേഴ്സ്, ദീസ് 2 കെയിം in 75. 2 പേരും വന്ന കാര്യമാണ്. സോ നൗ യു ക്യാൻ സ്റ്റാർട്ട്. ഇന്നൊക്കെ എയർപോർട്ടിൽ വന്ന ഉടനെ ഗ്രീൻ കാർഡ് കിട്ടുമായിരുന്നു അല്ലേ?
ഗ്രീൻ കാർഡ് കിട്ടിയാലേ പറ്റുമായിരുന്നു. കിട്ടിയിട്ടേ വരത്തുള്ളൂ. കിട്ടിയിട്ടേ വരാൻ They had to പറ്റുമായിരുന്നു. carry it over there. അല്ലാത്തവർക്ക് Not വരാൻ here. പറ്റിയില്ലായിരുന്നു. Oh. ഗ്രീൻ കാർഡ് അവിടുന്ന് എല്ലാം റെഡി ആയി മാത്രമേ പറ്റൂ. അല്ലാതെ He was very strict. എയർപോർട്ടിൽ വരുമ്പോൾ അത് അവർ എൻ്റെ ഒരു had to കാർഡ് ഒഫീഷ്യലി തരുവന്നേ ഉള്ളൂ. എല്ലാം But ഒരു your social security number- അല്ല എല്ലാം നേരത്തെ ഇവിടെ വന്നിട്ട് ഒരു പരിപാടിയുമില്ല. Social security you have to apply here. You won't get it ശേഷമാണ്. Okay. So- Number will be given here. Yeah, yeah. Number, everything is here. Yeah. Got it. Except us, ഞങ്ങൾക്ക് they applied for us. Right. പിന്നെ ഇനി അടുത്തത് സിറ്റിസൺഷിപ്പ് കിട്ടിയതും അടുത്ത ജനന